ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടി നല്ലവനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദ സ്റ്റോറി എന്ന ഈ വീഡിയോ സീരിയലിലൂടെ കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ വിഷയം ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വിഷയങ്ങളിൽ കേട്ടത് വീണ്ടും ജനിക്കുക. യേശു നിക്കോദേമോസിനോട് വളരെ ശക്തമായിട്ട് പറഞ്ഞു, നീ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ടു, ക്രിസ്തീയ ജീവിതം ഒരു ആത്മീയ സമരമാണ്. കാരണം നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരു അടിമത്തത്തിലാണ്. പാപത്തിൻ്റെ അടിമത്തത്തിൽ, സാത്താൻ്റെ അടിമത്തത്തിൽ, ലോകത്തിൻ്റെ അടിമത്തത്തിൽ, നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും മനുഷ്യൻ്റെ അടിമത്തത്തിലാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ വിഷയം നമ്മൾ ആരംഭിക്കുന്നത്, യേശു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നത് നല്ല മതവിശ്വാസത്തിലുള്ള ഫരിസേയന്മാരോട്, യഹൂദന്മാരോട് പറഞ്ഞു, നീ സ്വതന്ത്രരാക്കപ്പെടണം. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ആരെങ്കിലും വീണ്ടും ജനിച്ചതാണ് എന്ന് അവകാശപ്പെടുന്നെങ്കിൽ അവരോട് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം മുതൽ പറയുന്നു, യേശുവിനെ അറിയുന്നുവെന്ന് പറയുകയും അവിടുന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്, അവനിൽ സത്യമില്ല. എന്നാൽ ഒരുവൻ അവിടുത്തെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവനിൽ വാസ്തവമായി തെളിഞ്ഞിരിക്കുന്നു. യേശുവിൽ വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരുവൻ അവിടുന്ന് നടന്നതുപോലെ നടക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ നാം യേശുവിൽ തന്നെ വസിക്കുമെന്നുവെന്ന് നമുക്കറിയാം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ദൈവവുമായിട്ടുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് പുനഃസ്ഥാപിക്കുവാനാണ്. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുവാനായിട്ടാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വ്യക്തിപരമായ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരാനുള്ള വഴി ഒരുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യന്, ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന മനുഷ്യന് മറ്റു മനുഷ്യരുമായിട്ടും അവരുടെ ബന്ധം ശരിയായിരിക്കും. ഇന്ന് നമുക്കറിയാം, കുടുംബങ്ങളിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്, സമൂഹങ്ങളിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ടാണ് കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത്, മക്കൾക്കും മാതാപിതാക്കന്മാർക്കും സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത്, സമൂഹത്തിൽ നമുക്ക് സ്നേഹത്തിൽ ജീവിക്കാൻ സാധിക്കാത്തത്, മനുഷ്യൻ സ്വാർത്ഥനാകുന്നത്. എല്ലാത്തിൻ്റെയും മൂല്യ കാരണം അവൻ വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഫരിസേയന്മാർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു, ഞങ്ങൾ ആരുടെ അടിമകളല്ലല്ലോ, ഞങ്ങൾ അബ്രഹാത്തിന്റെ സന്തതികളാണ്, പിന്നെ എന്തുകൊണ്ട് നീ പറയുന്നു ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും? കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവിൽ മരിച്ച അവസ്ഥ, ആ അവസ്ഥയിലാണ് അവർ. എന്നാൽ ബാഹ്യമായിട്ട് അവർക്ക് നല്ല ബോധ്യവും അവരെക്കുറിച്ച് നല്ല ഒരു കാഴ്ചപ്പാടുള്ളത്, അവർ ദൈവത്തിലൂടെ, മോശയിലൂടെ അവർക്ക് ദൈവം കൊടുത്ത എല്ലാ പ്രമാണങ്ങളും പാലിക്കുന്നവരാണ്. അവർ കുറ്റം ചെയ്യുന്നില്ല, അവരവരുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ ദശാംശം കൊടുക്കുന്നവരാണ്, അവർ പാപങ്ങളെ സഹായിക്കുന്നവരാണ്, എല്ലാം നന്മ ചെയ്യുന്നവരാണ്, ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ ഒരു ഫരിസേയൻ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, പുറകെ നിൽക്കുന്ന ഒരു പാപിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആ പുറകെ നിൽക്കുന്നവനെ പോലെ അല്ല, ഞാൻ 2 നേരം ഉപവസിക്കുന്നവനാണ്, ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ് എന്ന് പറഞ്ഞ് സ്വയം നീതീകരിച്ച് പ്രാർത്ഥിച്ചു. കാരണം ഇവരുടെ കാഴ്ചപ്പാടിൽ ബാഹ്യമായി ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ വിചാരിച്ചത് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ ഇതാ സാക്ഷാൽ ദൈവം തന്നെ വന്നിട്ട് അവരോട് പറയുകയാണ്,
വെള്ളയടിച്ച കുഴിമാടങ്ങളെ, അണലി സന്തതികളെ, കുറുക്കന്മാരെ എന്നൊക്കെ വളരെ തൻ്റെ ഇടത്തോടുകൂടി അവരുടെ കാഴ്ചപ്പാടിൽ യേശു ആരെന്ന് അവർക്ക് അറിയത്തില്ല. അവർ കാണുന്നത് നസത്തുകാരനായ ഔസേപ്പിൻ്റെ, ആശാരിയായ ഔസേപ്പിൻ്റെ മകനായിട്ട് ഇവന് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വരാൻ കാര്യം അതാ. അവരുടെ യേശുവിലുള്ള യേശു ദൈവപുത്രനാണെന്നും യേശു ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്നും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. യേശു പ്രസംഗിച്ചതെല്ലാം അവർ മുറുകെ പിടിച്ച ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിനെ ക്രൂശിച്ചു. ഇന്നും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ അനേകം വ്യക്തികളുടെ വിശ്വാസങ്ങൾക്കെതിരെ ആയിരിക്കും പ്രസംഗിക്കുക. അത് പ്രസംഗിക്കുന്ന ആളുടെ കുഴപ്പമല്ല. ഈ സത്യവചനങ്ങൾ ഇതിൽ മായം ചേർക്കാതെ പ്രസംഗിക്കണമെങ്കിൽ യേശു പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നും മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാകുന്നത് അവൻ വിശ്വസിക്കുന്നതും അവൻ ശീലിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇല്ല. ഇതിനെതിരെയാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവസ്ഥ വളരെ അപകടകരമാണ്. കാരണം ഇതുപോലുള്ള ഫരിസേയന്മാരെയും പുരോഹിതന്മാരെയും നോക്കി യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുക പോലുമില്ല. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിക്കോദേമോസ് ആത്മാവിനുള്ള ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചു. അതെങ്ങനെ സാധിക്കും? പ്രായമായ എനിക്കിനിയും വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? അവനോട് യേശു ഒരു കാര്യം ചോദിച്ചു. യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുകയാണ്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഈ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? സത്യമായി സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു, ഞങ്ങൾ കണ്ടിരിക്കുന്നതിനെപ്പറ്റി സാക്ഷ്യം പറയുന്നു, എന്നിട്ടും നിങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നില്ല. ഭൗമികമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ ഈ മനുഷ്യൻ ഒരുപക്ഷെ വലിയ പഠിച്ച മനുഷ്യനായിരിക്കാം, പണ്ഡിതനായിരിക്കാം, യഹൂദ സമുദായത്തിൽ അറിയപ്പെടുന്ന ബഹുമാനായ മനുഷ്യൻ. ഈ മണ്ടൻ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ ഒരു ഉപദേഷ്ടാവായിട്ട് നിനക്കിതൊന്നും മനസ്സിലാകുന്നില്ലയോ? നീ എന്തൊരു ചോദ്യമാണ് ചോദിക്കുക? കാരണം യേശു പറഞ്ഞത് ആത്മീയമായ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനിക്കാത്തൊരു വ്യക്തിക്ക് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയില്ല എന്ന് നമുക്ക് വീണ്ടും കാണാം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുന്നു, ആത്മാവില്ലാത്തവൻ ദൈവാത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല. ആത്മാവില്ലാത്തവൻ ദൈവാത്മാവിൽ നിന്നുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നില്ല, അവ അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവയെ ഗ്രഹിപ്പാൻ അവന് സാധ്യവുമല്ല. എന്നാൽ ആത്മീയ മനുഷ്യൻ സകല കാര്യങ്ങളും വിവേചിക്കുന്നു, താൻ മറ്റാരുടെയും വിവേചനത്തിന് വിധേയനാകുന്നതുമില്ല. കർത്താവിന് ആലോചന നൽകുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സറിഞ്ഞിട്ടുള്ളവർ ആര്? നാമോ. അതായത് രക്ഷിക്കപ്പെട്ടവരോട് പറയുക, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവരായിരിക്കുന്നു.